കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഒരു വീടെന്ന് പറയുമ്പോൾ അതിനിങ്ങനെ 9 ഗ്രിഡുകളാക്കി തിരിക്കുന്ന ഒരു മെത്തേഡുണ്ട്. വീട് വലുതോ ചെറുതോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ 9 ഗ്രിഡുകളാക്കി അതിനെ തിരിക്കും. അപ്പോൾ 9 ഗ്രിഡുകളാക്കി തിരിക്കുമ്പോൾ സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത്, നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത്, ഇങ്ങനെ 8 ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും. അപ്പം എല്ലാ ചൈനീസ് പുതുവർഷത്തിലും, അതായത് ഇപ്പൊ പറയുന്നത് 2021 ഫെബ്രുവരി തൊട്ട് ഉള്ള ഒരു വർഷക്കാലം, എല്ലാ ചൈനീസ് പുതുവർഷത്തിലും ഈ ഓരോ ദിക്കിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ നിൽപ്പുണ്ട്. ആ നക്ഷത്രങ്ങൾ അവിടെ നിന്ന് മാറി വേറൊരു നക്ഷത്രം അവിടത്തേക്ക് വരും. ആ വരുന്ന നക്ഷത്രം ആ ദിക്കിന്റെ സ്വാധീന വലയത്തിലായിരിക്കും. അത് പ്രോസ്പിരിറ്റി ഉള്ള നക്ഷത്രവും ഉണ്ട്, അതേസമയം നമ്മളുടെ ദൗർഭാഗ്യത്തിലേക്ക് കടത്തിവിടുന്ന നക്ഷത്രവും ഉണ്ട്. അപ്പൊ ഏത് നക്ഷത്രമാണ് അതെന്നനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഇത് നമ്മളെ ബാധിക്കുന്നത്. അപ്പം 2021 ഫെബ്രുവരി മാസത്തില് വീടിന്റെ നോർത്തില് എന്ന് പറഞ്ഞത് കേരളത്തിലോ ഭാരതത്തിലോ പിന്നെ ചൈനയിലോ അല്ല, വേൾഡിലെല്ലായിടത്തും ഈ ഒരു മെത്തേഡ്, ഈ ഒരു കണക്കാണ് പറയുന്നത്. ഇവിടെ 2 എന്ന് പറയുന്നൊരു നക്ഷത്രമാണ് വരുന്നത്. 2021 വടക്ക് ഭാഗത്ത് വരുന്ന നക്ഷത്രം 2 ആണ്. അപ്പം ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട്. 1 എന്ന് പറയുന്ന നക്ഷത്രം തൊഴിൽപരമായി നല്ല നക്ഷത്രമാണ്. അപ്പോൾ 1 വരുന്ന ഭാഗത്ത് നമുക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും, പ്രൊമോഷൻ ഉണ്ടാവും, തൊഴിൽ അന്വേഷിച്ച് പോകുന്നവർക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് 1 കൊണ്ടുണ്ടാവും. 2 എന്ന് പറയുന്നത് സിക്നസ് സ്റ്റാർ എന്നാണ് അതിന് പറയുന്നത്. അതായത് ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നമ്പറാണ് 2 എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മറ്റൊന്നുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തണ്ട. ഇത് ഫംഗ്ഷനിൽ വരുന്ന സ്റ്റാറും അതിൻ്റെ കാര്യങ്ങളും മാത്രമാണ്. അല്ലാതെ 2 എന്ന് പറയുന്ന മറ്റ് ന്യൂമറോളജിയിലോ മറ്റൊരു കാര്യത്തിലോ നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയേണ്ട. ഇതിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നമുള്ളൊരു നക്ഷത്രമാണ് 2. അപ്പോൾ 2 2021 വടക്ക് ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വടക്ക് ഭാഗത്ത് പ്രധാന വാതിലുകളുള്ള, അതായത് ഇതിനെ 360 ഡിഗ്രി ഉണ്ട്, 8 ദിക്കുകളുണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ 45 ഡിഗ്രി കിട്ടും. ഈ 45 ഡിഗ്രി എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. ആ വീടിന്റെ 8-ലൊരു ഭാഗം വടക്ക് വശത്തെ വരുന്ന ഭാഗം. മൊത്തത്തിൽ എടുത്തിട്ട് 8, 9 ആയിട്ട് തിരിച്ചിട്ട് അതിൽ 8 എന്ന് പറയുന്ന ഒരു ദിക്കിൽ വരുന്ന ഭാഗം. ഇതൊരു ബ്രഹ്മസ്ഥാനമാണ്. അവിടെ 2 വരുമ്പോൾ അവിടെ പ്രധാന വാതിലുള്ളവരെ ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രധാന വാതിൽ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് വാതിൽ വരാം, മധ്യത്ത് വരാം, ഇവിടെ വരാം. ഇവിടെ എവിടെ വന്നാലും 2ന്റെ സ്വാധീന വലയത്തിലാണ്. അപ്പം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഈ വർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ആരെയും പേടിപ്പിക്കാനോ അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമിപ്പിക്കാനോ പറയുന്നതല്ല. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരവുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 എന്ന് പറയുന്ന നക്ഷത്രം നമ്മളത് വരുന്നതിന് മുമ്പേ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു. മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഓരോ വർഷവും മോശം നക്ഷത്രം വരുന്നു, നല്ല നക്ഷത്രം വരുന്നു എന്ന് പറഞ്ഞ് വീടിന്റെ പ്രധാന വാതിൽ മാറ്റി വയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ ക്യൂർ ചെയ്യുക. നല്ല നക്ഷത്രമാണെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യുക. ഇവിടെ 2 വന്നു. 2 വന്നപ്പോഴത്തേക്ക് 2ന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നമാണ്. അപ്പം ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഒരു 6 മെറ്റൽ കോയിൻസ് ഇവിടെ ഉപയോഗിക്കാം. നാച്ചുറൽ ആയിട്ടുള്ള ഉലു ഉപയോഗിക്കാം, മെറ്റൽ ഉലു ഉപയോഗിക്കാം, 6 റോഡ് വിൻചെയിം ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോർത്ത് ഭാഗത്ത് ഉപയോഗിക്കാം. അവിടെ ബ്ലൂ മാറ്റ് ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിച്ചുകൂടാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ ചില മണികളൊക്കെ ചില വീടുകളിൽ ഹാങ് ചെയ്തിട്ടുണ്ടാവും. അത് നോർത്ത് ഭാഗത്ത് ഈ വർഷം ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെ അവിടെ റെഡ് മാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റണം. റെഡ്, ഓറഞ്ച്, പിങ്ക്, യെല്ലോ, ബ്രൗൺ, ഗ്രീൻ എന്നീ നിറങ്ങളിലുള്ള മാറ്റ് ഉണ്ടെങ്കിൽ നോർത്തിൽ നിന്നും മാറ്റണം. അല്ലെങ്കിൽ അത് കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. ഇവിടെ ബെഡ്റൂം ആണെങ്കിൽ ഈ ബെഡ്റൂമിലുള്ളവരെയും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടൂൾസുകൾ നമുക്ക് ബെഡ്റൂമിലും ഉപയോഗിക്കാം. ബെഡ്റൂമിലും ഞാൻ ഈ പറഞ്ഞ യെല്ലോ, ഓറഞ്ച്, റെഡ്, പിങ്ക് എന്നീ നിറങ്ങളുള്ള ബെഡ്ഷീറ്റോ മാറ്റോ കർട്ടനോ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തുനിന്ന് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.